കളം കാവൽ ഇന്നാണ് സിനിമ റിലീസായത്. മമ്മൂട്ടി പ്രതിനായക വേഷത്തിൽ വന്ന് വിനായകൻ നായക വേഷത്തിൽ വരുന്ന ഒരു മൂവിയാണ്. ഈ ഒരു രണ്ട് കഥാപാത്രങ്ങൾ, മമ്മൂട്ടിയുടെ ക്യാരക്ടർ ആരാണ് എന്താണ് എന്നുള്ളത് ആ ഒരു ട്രെയിലറിൽ തന്നെ വ്യക്തമാണ്. വിനായകൻ്റെ ക്യാരക്ടർ, വിനായകൻ അന്വേഷിക്കുന്ന ഈ ഒരു കേസ്, ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ തുമ്പ് പിടിച്ച് അദ്ദേഹം പോകുന്ന സാഹചര്യങ്ങളും അതെങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടറിനെ പിടികൂടുന്നത്, അല്ലെങ്കിൽ പിടികൂടാൻ പറ്റുമോ, കീഴ്പ്പെടുത്താൻ പറ്റുമോ എന്നുള്ള സംഭവങ്ങളാണ് ഈ ഒരു സിനിമ പറയുന്നത്. ഒരു സിനിമ കൂടുതലും ബിൽഡ് ചെയ്യുന്ന ആ ഒരു ടെൻഷൻ ബിൽഡിംഗ് ആണ്. ആ ഒരു എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു എക്സിക്യൂഷൻ, അതായത് ഇദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു കൊലപാതകങ്ങൾ ചെയ്യുന്നത്. സോ അതായത് ഇപ്പം കൂടുതലും ഈ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ എന്തിനു വേണ്ടി, എങ്ങനെ, അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. ഇതിൽ എങ്ങനെയാണ് ഈ ഒരു കൊലപാതകങ്ങൾ ഇദ്ദേഹം ചെയ്യുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതൽ വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു പാറ്റേൺ, ആ ഒരു മെത്തേഡ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രാറ്റജീസ്, അതൊക്കെ എങ്ങനെയാണ് ഇദ്ദേഹം ആ ഒരു കൊലപാതകം ചെയ്യുന്ന, ആ ഒരു എക്സിക്യൂട്ട് ചെയ്യുന്ന എങ്ങനെയാണ് എന്നുള്ളതാണ് കൂടുതലും പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ വിനായകൻ്റെ ക്യാരക്ടർ, ആ ഒരു ഓഫീസറിൻ്റെ ആ ഒരു സ്ട്രഗിളാണ്, ഈ ഒരു കഥാപാത്രത്തെ കീഴ്പ്പെടുത്താനായിട്ടുള്ള സ്ട്രഗിൾസാണ്. സോ അതിൽ അദ്ദേഹം വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള കേരള പോലീസിൻ്റെ പരിശ്രമങ്ങളാണ് കൂടുതലും വിനായകനിലൂടെ കാണിക്കുന്നത്. സോ അതിൽ അദ്ദേഹം വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതൊക്കെയാണ് വിനായകൻ്റെ ക്യാരക്ടറിൻ്റെ ആ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും പറയുന്നത്. സോ ഇങ്ങനെ ഇത്രയും പെൺകുട്ടികളെ പറ്റിച്ച് കൊലപ്പെടുത്തുന്ന ഒരു ക്യാരക്ടറാണ് മമ്മൂട്ടി ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ക്യാരക്ടറിൻ്റെ ഒരു സൈക്കോ കൈൻഡ് ഓഫ് ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ആ ഒരു പെർഫോമൻസ് സൈഡിൽ കംപ്ലീറ്റ് വിജയിക്കുന്നുണ്ട് കളങ്കാവൽ. കാരണം അത്രയും ഗംഭീരമായിട്ടാണ് ഓരോ സീനും എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു ഇൻറ്റൻസിറ്റി, ആ ഒരു ഡെപ്ത്, ആ ഒരു ക്യാരക്ടർ കൊല്ലുമ്പോഴുള്ള സീനാണെങ്കിലും പെൺകുട്ടികളെ പറ്റിക്കുമ്പോഴുള്ള സീനാണെങ്കിലും എല്ലാത്തിലും ആ ഒരു ബ്രില്യൻ്റ് ആക്ടറിൻ്റെ ടീച്ചറുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു മൂവിയാണ് കളങ്കാവൽ. മമ്മൂട്ടിയുടെ ഒരു കിടിലൻ പെർഫോമൻസ് ആണ് ഈ ഒരു മൂവിയിൽ തന്നിരിക്കുന്നത്. സോ വിനായകൻ്റെ പാർട്ടിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു കേരള പോലീസിൻ്റെ സ്ട്രഗിൾസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവരുന്നുണ്ട്. സോ ബാക്കി നോക്കുകയാണെങ്കിൽ ബാക്കി ക്യാരക്ടേഴ്സിന് കാര്യമായിട്ടുള്ള പെർഫോം ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു പെൺകുട്ടികൾ, പറ്റിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ ആ ഒരു രീതിയിലുള്ള പെർഫോമൻസ് മാത്രമേ അതല്ലാതെ കാര്യമായിട്ടുള്ള ക്യാരക്ടറുകൾക്കുള്ള കഥാപാത്രങ്ങൾ കുറവാണ് സിനിമയിൽ. സോ ഈ ഒരു സിനിമ കൂടുതലും മുന്നോട്ട് പോകുന്നത് ഈ ഒരു രണ്ട് കഥാപാത്രങ്ങളുടെ, അതായത് ഇപ്പോൾ ഈ ഒരു മമ്മൂട്ടിയുടെ ക്യാരക്ടർ പിടിക്കപ്പെടുമോ ഇല്ലയോ, വിനായകന് പിടിക്കാൻ പറ്റുമോ ഈ ഒരു ക്യാരക്ടറിനെ, കീഴ്പ്പെടുത്താൻ പറ്റുമോ ഈ കഥാപാത്രത്തെ, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് മൂവി മുന്നോട്ട് വെക്കുന്നത്. സോ അങ്ങനെ പോകുന്ന ഒരു മൂവിയാണ്. ടെൻഷൻ ബിൽഡിങ്ങിൽ മെയിൻലി ഫസ്റ്റ് ഹാഫിൽ ഇൻ്റർവെൽ പോയിന്റിലൊക്കെ എത്തുമ്പോൾ തന്നെ അറിയാം അതിൽ ഭയങ്കരമായിട്ട് വിജയിക്കുന്ന ഒരു സ്ക്രീൻ പ്ലേ ആണ് ഫസ്റ്റ് ഹാഫിൻ്റെ, എസ്പെഷ്യലി കളങ്കാവൽ. സോ എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടറിനെ പിടിക്കാൻ പോകുന്നത്, ആ ഒരു പിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ അറൈസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ ആ ഒരു ചോദ്യങ്ങൾക്ക് ആൻസർ തരുന്നുമുണ്ട്, പിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾക്ക്. സോ അങ്ങനെ പോകുന്ന ഒരു മൂവിയാണ് കളങ്കാവൽ. തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ പെർഫോമൻസ് ആണ് സിനിമയുടെ ഒരു ബാക്ക് ബോൺ. അതിലൂടെ തന്നെ ജിതിൻ കെ ജോസിൻ്റെ മേക്കിങ്ങും എടുത്തു പറയേണ്ട ഒന്നാണ്. സോ അങ്ങനെയുള്ള ഒരു മൂവിയാണ് കളങ്കാവൽ. സോ താല്പര്യമുള്ളത് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇതിപ്പോൾ തിയേറ്റേഴ്സിൽ അവൈലബിൾ ആണ്.